മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ തമിഴ്നാട്ടിലെ മതകലാലയമാണ് വെല്ലൂർ ബാക്കിയാത്ത് സോലിഹാത്ത്. ബാക്കവി എന്ന് ബിരുദം കൊടുക്കുന്ന ഈ സ്ഥാപനത്തിന് ശേഷം തമിഴ്നാട്ടിൽ ഉയർന്നു വന്ന മതകലാലയമാണ് മമ്പൗൽ അൻവാർ എന്ന് പറയുന്ന സ്ഥാപനം. വിശ്രുതനായ പണ്ഡിതനായ ലിയാവുദ്ദീൻ അഹമ്മദ് എന്ന് പറയുന്ന ലാൽപേട്ടിലെ അമാനി ഹസ്രത്ത് സ്ഥാപിച്ചതാണ്. 1945 മമ്പൗൽ അൻവാറിൻ്റെ സനദ് ദാന വാർഷിക സമ്മേളനത്തിലേക്ക് അതിഥിയായി ക്ഷണിക്കപ്പെട്ടത് മദിരാശി പ്രവിശ്യ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. സ്വാഗത ഭാഷണത്തിനിടെ ലിയാവുദ്ദീൻ അഹമ്മദ് എന്ന ഈ മഹാപണ്ഡിതൻ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സദസ്സിനെ സാക്ഷിയാക്കി വേദിയുടെ അധ്യക്ഷനായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ വേദിയിലിരിക്കുന്ന മുഹമ്മദ് ഇസ്മായിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഖായിദെ മില്ലത്ത് അഥവാ സമുദായത്തിൻ്റെ നേതാവാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് മദിരാശി പ്രവിശ്യ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ എന്നറിയപ്പെട്ടത്. അധ്യക്ഷ ഭാഷണത്തിനിടെ വേദിയിലിരിക്കുന്ന അല്ലാമ അമാനി ഹസ്രത്തിനെ ചൂണ്ടിക്കൊണ്ട് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, സമുദായത്തിന് ആത്മാവും ശരീരവുമാണുള്ളത്. ഞങ്ങളൊക്കെ ശരീരത്തിൻ്റെ ആളുകളാണ്, പണ്ഡിതന്മാരാണ് ആത്മാവിൻ്റെ ആളുകൾ. അങ്ങ് ഷെയ്ഖുൽ മില്ലത്താണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഖായിദെ മില്ലത്തും ഷെയ്ഖുൽ മില്ലത്തും പിറന്ന സമ്മേളനമായി 1945 ആ ചരിത്ര സമ്മേളനം മാറി. അവിഭക്ത ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു മദിരാശി സംസ്ഥാനം. 1946 മദിരാശി സംസ്ഥാന നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തെരഞ്ഞെടുക്കപ്പെട്ടു. വിഭജനത്തിൻ്റെ മുഴുവൻ പാപഭാരവും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പേരിൽ കെട്ടിവെക്കാനുള്ള നിഗൂഢ ശ്രമങ്ങളുണ്ടായപ്പോൾ ആ ശ്രമങ്ങളുടെ ഭാഗമായി നിരന്തരമായി മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്ന കാലമുണ്ടായി. 1947 ശേഷം ഇന്ത്യയിൽ മുസ്ലിം ലീഗ് വേണോ മുസ്ലിം ലീഗ് വേണ്ടയോ എന്ന രൂപത്തിൽ നടന്ന പ്രധാനപ്പെട്ട 2 ചർച്ചകൾ. ഒന്ന് 1947 കൽക്കത്തയിൽ ഒക്ടോബർ മാസം 10 തീയതിയും 11 അവിഭക്ത ബംഗാളിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന SH സുഹ്രവർദി വിളിച്ച ഒരു മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിലേക്ക് മദിരാശി സംസ്ഥാനത്ത് നിന്ന് ഇസ്മായിൽ സാഹിബും മഹാനായ KMCD സാഹിബും പങ്കെടുത്തത് ചരിത്രമാണ്. അവരുടെ ഇടപെടലാണ് 1948 ഒക്ടോബർ മാസം 10 തീയതിയും 11 കൽക്കത്തയിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ വെച്ച് മുസ്ലിം ലീഗ് പിരിച്ചുവിടാതിരുന്നത്. ആ മീറ്റിങ്ങിൻ്റെ തീരുമാനപ്രകാരം 1948 ഡിസംബർ മാസം 13 14 പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് നടന്ന കറാച്ചി കോൺഫറൻസ് പ്രമാദമാണ്. പഴയ ലീഗിൻ്റെ അവസാനത്തെ മീറ്റിംഗ് ആയാണ് അത് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള മുസ്ലിം നേതാക്കൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുമതി വാങ്ങിച്ച് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയി. ആ മീറ്റിങ്ങിൽ വെച്ച് ഇന്ത്യയിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിക്കപ്പെടാനുള്ള ഉത്തരവാദിത്വം ഇസ്മായിൽ സാഹിബിനെ ഏൽപ്പിച്ചു. ഇന്ത്യയിൽ മുസ്ലിം ലീഗ് പുനഃസംഘടിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സംസാരിക്കാനായി എണീറ്റ് നിൽക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി പഴയ ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായിട്ടുള്ള നവാബ് സാദ് ലിയാഖത്ത് അലി ഖാൻ ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞു അത്രേ, അങ്ങ് ഇന്ത്യയിലെ ലീഗിൻ്റെ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. അങ്ങ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങൾ എന്നോടൊന്ന് പറയാൻ ശ്രമിക്കണം, കാരണം എൻ്റെ കയ്യിൽ അധികാരമുണ്ട്, ഞാൻ സഹായിക്കാമെന്നാണ്. ഇസ്മായിൽ സാഹിബ് അവിടെ നടത്തിയ പ്രസംഗം വളരെ ചരിത്രമാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ ലീഗിൻ്റെ കൺവീനർ സ്ഥാനം ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ സംസാരിക്കാൻ എണീറ്റ് നിൽക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി എന്നോട് പറഞ്ഞത്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പാകിസ്ഥാനോട് പറയാനാണ്. പ്രിയപ്പെട്ട പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ കാൽച്ചുവട്ടിൽ ഞെരിഞ്ഞമർന്ന് മരിക്കേണ്ടി വന്നാലും പാകിസ്ഥാൻ്റെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല. മാത്രമല്ല, പഴയ ലീഗിൻ്റെ ഫണ്ടിൽ 40 ലക്ഷം രൂപ ബാക്കിയുള്ളതായി പറയപ്പെട്ടു. അത് ഹബീബ് ബാങ്കിൽ ഡെപ്പോസിറ്റാണ്. അതിൻ്റെ പാതി ഏവറേജ് 17 ലക്ഷത്തോളം രൂപ ഇന്ത്യയിലെ മുസ്ലിം ലീഗിന് നൽകണം എന്നതാണ് ഈ യോഗത്തിലെ ചർച്ച. ഞാനൊരു കാര്യം പറയട്ടെ, അതിലൊരു ചില്ലി ക്യാഷ് ഞങ്ങൾക്ക് വേണ്ട. കാരണം ഞങ്ങളുടെ പിന്മുറക്കാരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചുണ്ടാക്കിയ പാർട്ടിയല്ലടോ എന്ന് പഴി കേൾക്കേണ്ടി വരും പൈൽ സാഹിബ് പറഞ്ഞത്. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത്, പാകിസ്ഥാനിൽ അവശേഷിക്കപ്പെട്ട ഹിന്ദുക്കളും പഞ്ചാബികളും അവർക്ക് നിയമനിർമ്മാണ സഭകളിൽ ഉൾപ്പെടെ അർഹമായ അവകാശ സംരക്ഷണം ന്യൂനപക്ഷങ്ങൾ എന്ന നിലക്ക് ഉറപ്പുവരുത്തണമെന്നുകൂടി ഇന്ത്യയിലെ ലീഗിൻ്റെ കൺവീനർക്ക് അഭ്യർത്ഥിക്കാനുണ്ട് എന്ന് യോഗത്തിൽ പറഞ്ഞ മഹാമനീഷിയാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. കറാച്ചി കോൺഫറൻസ് കഴിഞ്ഞ് ഇന്ത്യയിലെത്തിയ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ
മദ്രാസിലെ ഗിണ്ടിയിലുള്ള ഗവർണർ വസതിയിലേക്ക് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു വിളിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ ലീഗിൻ്റെ ആവശ്യം ഇനിയില്ല, അതുകൊണ്ട് നിങ്ങളത് പുനഃസംഘടിപ്പിക്കരുത് എന്നും അഭ്യർത്ഥിച്ചു. മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞു. മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്ത്യയിൽ ലീഗ് പുനഃസംഘടിപ്പിക്കരുത് എന്നാണ്. ഇസ്മായിൽ സാഹിബ് അതിന് പറഞ്ഞ മറുപടി, വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാം, പക്ഷെ ഇത് സമുദായത്തിൻ്റെ പ്രശ്നമാണ്, സമുദായത്തോട് ആലോചിക്കാതെ എനിക്കിതിൽ അഭിപ്രായം പറയാൻ കഴിയില്ല എന്നാണ്. മഹാനായ നെഹ്റു ഇസ്മായിൽ സാഹിബിനെ ചർച്ചയ്ക്ക് വിളിച്ചു. ലീഗിന് ഇതുവരെ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ഇ അഹമ്മദ് സാഹിബിൻ്റെ സഹമന്ത്രി പദവിയാണ്. ആ ലീഗിൻ്റെ മുൻകാല നേതാവായ ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞത് എത്ര ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാർ വേണം, എത്ര ഗവർണർമാർ വേണം, എത്ര കോൺസുലർ ജനറൽമാർ വേണം, തരാം, പക്ഷേ നിങ്ങൾ ലീഗ് പുനഃസംഘടിപ്പിക്കരുത് എന്നാണ്. മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മൗണ്ട് ബാറ്റനോട് പറഞ്ഞ അതേ കാര്യം നെഹ്റുവിനോടും ആവർത്തിച്ചതായി ചരിത്രത്തിൽ കാണാം. നെഹ്റുവിൻ്റെ അനിഷ്ടം സർദാർ വല്ലഭായ് പട്ടേൽ തീർത്തു പറഞ്ഞു, ലീഗിനെ ഞാൻ എതിർക്കുമെന്ന്. മദിരാശിയിലെ ആഭ്യന്തരമന്ത്രി സുബ്ബരായൻ ഉറക്കുറക്കെ പ്രഖ്യാപിച്ചു, മുസ്ലിം ലീഗിനെ ഞാൻ തകർത്ത് കളയുമെന്ന്. ഈ ഘട്ടത്തിലാണ് 1948 മാർച്ച് മാസം 10 മദിരാശിയിലെ രാജാജി ഹാൾ എന്ന് പിന്നീട് പേര് ചേർക്കപ്പെട്ട സർക്കാരിൻ്റെ അതിഥി മന്ദിരത്തിൽ വെച്ച് ലീഗിൻ്റെ യോഗം വിളിക്കുന്നത്. അവിടെ വെച്ച് യോഗം വിളിക്കാനുള്ളൊരു കാരണം, അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ എതിരായി ഈ പാർട്ടിക്ക് യോഗം വിളിക്കാൻ മദ്രാശിയിൽ ആരെങ്കിലും സ്ഥലം നൽകിയാൽ അവർക്ക് സ്വാഭാവികമായും അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നറിഞ്ഞതുകൊണ്ടാണ് 2 ഓഡിറ്റോറിയങ്ങൾ അതിൻ്റെ മുതലാളിമാർ ലീഗിന് യോഗം വിളിക്കാൻ കൊടുക്കാതിരുന്നത്. അതുകൊണ്ട് സർക്കാർ അതിഥി മന്ദിരത്തിൽ മന്ത്രിമാരൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗിന് യോഗം വിളിക്കാൻ നൽകുകയാണ്. രാവിലെ 11 മണിക്ക് ഗാന്ധിജിയുടെ ധീരചരമത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച യോഗം രാത്രി 9 മണി വരെ തുടർന്നു. 57 പേരാണ് പങ്കെടുത്തത്. 157 പേരെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചത്. യോഗത്തിൽ പങ്കെടുത്ത 57 പേരിൽ മുസ്ലിം ലീഗ് പിരിച്ചുവിടണമെന്ന് ആത്മാർത്ഥമായി വാദിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിരുന്ന പലരുമുണ്ടായിരുന്നു. ലീഗ് പിരിച്ചുവിട്ട് വിദ്യാഭ്യാസ സംഘടനയാക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടു. ലീഗ് പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ലയിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടു. അവസാനം വോട്ടെടുപ്പിൽ 51 പേരാണ് പങ്കെടുത്തത്. 37 പേർ മുസ്ലിം ലീഗ് നിലനിർത്തണമെന്ന പ്രമേയത്തിന് വോട്ട് ചെയ്തു. അങ്ങനെ 1948 ഉണ്ടാക്കിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അന്ന് പിടിച്ച കൊടിയാണ് അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാക. അന്ന് പ്രഖ്യാപിച്ച നയമാണ് ലീഗിൻ്റെ നയം. രൂപീകരിച്ച അതേ പേരിൽ, അതേ കൊടിയിൽ, അതേ നയത്തിൽ നിലനിൽക്കുന്ന ഇന്ത്യയിലെ അപൂർവം രാഷ്ട്രീയ പാർട്ടികളിലൊന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഈ മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിയ മഹാമനീഷിയാണ് ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. 1948 വിഭജനാനന്തരം ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയിലേക്ക് ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തിരഞ്ഞെടുക്കപ്പെടുക. അദ്ദേഹം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിൽ നടത്തിയ ഇടപെടലുകൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 1952 അദ്ദേഹം ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക. രാജ്യസഭയിലേക്ക് നടന്ന ആ തെരഞ്ഞെടുപ്പും ചരിത്രമാണ്. കാരണം 5 MLA-മാരാണ് മുസ്ലിം ലീഗിന് മദിരാശിയിലുള്ളത്. ചുരുങ്ങിയത് 18 MLA-മാരുടെ വോട്ട് കിട്ടിയാൽ മാത്രമാണ് ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് ഇസ്മായിൽ സാഹിബിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി നേതാവ് കോട്ടാ ലുപ്പി സാഹിബിൻ്റെ നേതൃത്വത്തിൽ വലിയ ശ്രമകരമായ പ്രവർത്തനങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ 5 MLA-മാരും നേതാക്കളുമൊക്കെ നേതൃത്വം കൊടുത്തു. പക്ഷേ എതിർപക്ഷത്തിന് വലിയ സാമ്പത്തിക ഓഫറുകൾ MLA-മാർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ 18ഓളം MLA-മാർക്ക് ഒരു ഓഫറും കൊടുക്കാതെ ഇസ്മായിൽ സാഹിബിന് നിരുപാധികം MLA-മാർ വോട്ട് ചെയ്യുകയും അദ്ദേഹം ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് ജയിക്കുകയും ചെയ്തു. തമിഴ്നാട് നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് ഒരേ ഒരാൾ ജയിച്ചിട്ടുള്ളൂ. അത് ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. അതുകൊണ്ടാണ് തമിഴ്നാട് നിയമസഭയിൽ ലീഗിന് 1-2 MLA-മാരെ ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു MP-യെ അവിടെ നിന്ന് മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ തമിഴ്നാട് നിയമസഭയിൽ അനച്ഛാദനം ചെയ്ത ഫോട്ടോകളിലൊന്ന് ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെതാണ്. 1962 മുതൽ അദ്ദേഹം 3 തവണ ഇന്ത്യയുടെ ലോകസഭയിലേക്ക് വിജയിച്ചതും ചരിത്രമാണ്. മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ നേരിട്ട് വരാതെ ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് വിജയിച്ചു പോയ മഹാനായ രാഷ്ട്രീയക്കാരനാണ് ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അത് ചരിത്രത്തിൽ അപൂർവതയാണ്. പശും പൊൻ മുത്തുരാമ ലിംഗ തേവർ എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരനായ ഒരാളാണ്
മണ്ഡലത്തിൽ നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാതെ വിജയിച്ച മറ്റൊരാൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ താമസവും അദ്ദേഹത്തിൻ്റെ കുടുംബ വോട്ടുകളും അദ്ദേഹം മത്സരിച്ച ആ മണ്ഡലത്തിലായിരുന്നു എന്നത് മറ്റൊരു കാര്യം. ഇസ്മായിൽ സാഹിബിൻ്റെ ഒരു ബന്ധു പോലുമില്ലാത്ത മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 3 തവണ ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് എത്തിയതും ചരിത്രമാണ്. 1972 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് അഭിനന്ദനായ ഇസ്മായിൽ സാഹിബ് നമ്മളിൽ നിന്ന് വേർപിരിയുന്നത്. അദ്ദേഹം മദിരാശിയിലെ സ്റ്റാൻലി ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിലായിരിക്കെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന വളരെ പ്രശസ്തനായ രാഷ്ട്രീയക്കാരനായിരുന്ന കലൈഞ്ജർ കരുണാനിധി ഇസ്മായിൽ സാഹിബിനെ സന്ദർശിക്കാൻ വരികയാണ്. അർദ്ധബോധാവസ്ഥയിലെ ഇസ്മായിൽ സാഹിബിനോട് കലൈഞ്ജർ കരുണാനിധി വന്ന വിവരം പറഞ്ഞപ്പോൾ കരുണാനിധിയുടെ കൈ അമർത്തി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞത്, കലൈഞ്ജർ കരുണാനിധി, മുസ്ലിം ഉമ്മത്തിന് അങ്ങ് ചെയ്ത സേവനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്നാണ്. സുഭദ്ര ജോഷി എന്ന് പറയുന്ന പ്രശസ്തയായ കോൺഗ്രസ് നേതാവ് ഇസ്മായിൽ സാഹിബിനെ പറ്റി പറഞ്ഞത്, ഇസ്മായിൽ സാഹിബിനെ നമ്മൾ ഇന്ത്യയുടെ പ്രസിഡൻ്റാക്കാൻ തീരുമാനിച്ച് അത് അദ്ദേഹത്തോട് പറഞ്ഞാൽ ആ താടി രോമങ്ങളിങ്ങനെ തലോടിക്കൊണ്ട് ഇസ്മായിൽ സാഹിബ് പറയുമായിരിക്കും, അതുകൊണ്ട് എൻ്റെ സമുദായത്തിന് എന്ത് കാര്യം കിട്ടുമെന്ന് ഇസ്മായിൽ സാഹിബ് തിരിച്ചു ചോദിക്കുമെന്ന് സുഭദ്ര ജോഷി പറഞ്ഞിട്ടുണ്ട്. അഹമ്മദ് സാഹിബ് ഒരു അനുഭവം പറയുന്നുണ്ട്. 1967 EMSൻ്റെ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് അധികാര പങ്കാളിത്തം കിട്ടിയപ്പോൾ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇസ്മായിൽ സാഹിബിനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാനും ഇസ്മായിൽ സാഹിബിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടി മദിരാശിയിലേക്ക് വിമാനത്തിൽ പോയി. വിമാനമിറങ്ങി നല്ല തണുപ്പുള്ള രാത്രിയാണ്. ഒരു ലോഡ്ജിൽ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ ഇസ്മായിൽ സാഹിബിനെ സന്ദർശിക്കണമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അവർ വിമാനമിറങ്ങി എയർപോർട്ടിന് പുറത്തേക്ക് വരുമ്പോൾ കമ്പിളി പുതച്ചൊരു മനുഷ്യൻ അവരെ കാത്തു നിന്നിരുന്നു. ആ കമ്പിളി പുതച്ച മനുഷ്യനെ കണ്ടിട്ട് MK ഹാജി സാഹിബിനോട് CH പറഞ്ഞു അത്രേ, ആ നിൽക്കുന്നത് നമ്മുടെ ഇസ്മായിൽ സാഹിബിനെ പോലത്തെ ഒരാളല്ലേ. അടുത്തു പോയപ്പോൾ ഇസ്മായിൽ സാഹിബാണ്. സർ, ഈ രോഗങ്ങൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ കൊടും തണുപ്പിൽ അങ്ങ് എന്തിനാണ് ഞങ്ങളെ സ്വീകരിക്കാൻ വന്നത്? ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ എൻ്റെ ആതിഥേയരാണ്, നിങ്ങളെ സ്വീകരിക്കാൻ ഇവിടെ വരിക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മറുപടി പറഞ്ഞ ആളാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. തമിഴ്നാട് സർക്കാർ നാഗൈപട്ടണം ജില്ല വിഭജിച്ച് ഒരു ജില്ലക്ക് കൊടുത്ത പേര് ഖായിദെ മില്ലത്ത് നാഗപട്ടണം ഡിസ്ട്രിക്റ്റ് എന്നാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകൻ്റെ പേരിൽ മാത്രമാണ് ഇന്ത്യയിൽ ഒരു ജില്ല പ്രഖ്യാപിച്ചത്. മനുഷ്യരുടെ പേരിൽ ജില്ല പ്രഖ്യാപിക്കുന്ന ഒരു തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കുമെന്ന് കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വന്നപ്പോഴാണ് ഇസ്മായിൽ സാഹിബിൻ്റെ പേരിലുള്ള ആ ജില്ല പിൻവലിക്കാൻ തയ്യാറായത്. പക്ഷേ ഇപ്പോഴും ഖായിദെ മില്ലത്ത് ഡിസ്ട്രിക്റ്റ് എന്നതിൽ പറയപ്പെടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ന്യൂ കോളേജിൽ നിന്ന് അദ്ദേഹത്തെ ഖബറടക്കപ്പെട്ട വല്ലാജാൻ മസ്ജിദിലേക്ക് കൊണ്ടുപോകാൻ എടുക്കുന്ന സമയത്ത് MGR ഓടി വന്നിട്ട് മയ്യത്ത് കെട്ടിൻ്റെ മുമ്പിൽ പിടിച്ചിട്ട് എൻ്റെ തലൈവരുടെ മയ്യത്ത് കെട്ടിൽ ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൽ ജനാസ നമസ്കാരം നടക്കുമ്പോൾ അവിടെ നിസ്കരിക്കാതെ നിൽക്കുന്നവരിൽ 2 പ്രധാനികളുണ്ട്. കലൈഞ്ജർ കരുണാനിധിയും MGRുമാണ്. പ്രധാനപ്പെട്ട റോഡുകൾ ഉൾപ്പെടെ 11ഓളം റോഡുകളും നിരവധി കോളേജുകൾക്കും നിരവധി പള്ളികൾക്കും അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും തൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത മഹാമനീഷിയാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്.